ഹായ് ഫ്രണ്ട്സ്, ഇന്ന് 2 സ്നാക്സ് റെസിപ്പി ആട്ടോ ഉണ്ടാക്കുന്നത്. പരിപ്പ് വടയും അതുപോലെ കാടമുട്ടയില്ലേ, കാടമുട്ട കൊണ്ട് ഉള്ള ഒരു ഫ്രൈ ആണ് കേട്ടോ, റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 2 ഐറ്റവും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ടേസ്റ്റുള്ളൊരു ഐറ്റംസാണ് ഉണ്ടാക്കുന്നത് രണ്ടും. കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റിലാട്ടോ ഉണ്ടാക്കുന്നത്. എങ്ങനെ നോക്കാം. അതിന് വേണ്ടി പരിപ്പ് വടയില്ലേ, അത് വെള്ളത്തിൽ കുതിർത്തെടുക്കണം കേട്ടോ. അതൊരു 4 ഹവറൊക്കെ ആയിട്ട് കുതിർത്തെടുക്കുക. എന്നിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം. അതിൻ്റെ വെള്ളം ഊറ്റിക്കളയാം. പിന്നെ വേണ്ടതിലേക്ക് ചീരുള്ളില്ലേ, അത് കുറച്ച് കൂടുതൽ വേണം കേട്ടോ ക്വാണ്ടിറ്റി. പിന്നെ കറി ലീവ്സ്, ഇഞ്ചില്ലേ അത് വേണം. വെളുത്തുള്ളില്ലേ, ഗാർലിക്ക് അത് വേണം. എല്ലാം കൂടി നന്നായിട്ട് വാഷ് ചെയ്തെടുത്തതിന് ശേഷം മിക്സിൻ്റെ ജാറില്ലേ അതിൽ അടിച്ചെടുക്കണം കേട്ടോ. കുറച്ച് പരിപ്പ് മാറ്റി വെക്കണം. പിന്നെ ഇതിലേക്ക് പറയാൻ വിട്ട ഒരു കാര്യം കൂടി ഉണ്ട്. മുളകില്ലേ, വറ്റൽമുളക്, ഉണക്കമുളക്, അത് ഇതിൽ വേണം കേട്ടോ. അതാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുക. ഇതിൽ അത് വേണം. സാധാ മുളകിലേറെ കൂടുതൽ ടേസ്റ്റ് ഈ മുളകാണ്. അപ്പോൾ ഈ മുളക് യൂസ് ചെയ്തിട്ടാട്ടോ ഇതുണ്ടാക്കുന്നത്. പിന്നെ ഇതിലേക്ക് മിക്സിൻ്റെ ജാറിൽ അടിച്ചെടുത്തില്ലേ അതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ആ പരിപ്പില്ലേ, കുറച്ച് ക്വാണ്ടിറ്റി പരിപ്പ് എടുത്ത് വെച്ചില്ലേ, അത് ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് ഈ ബോളാക്കി എടുത്തിട്ട് പിന്നെ സർക്കിൾ ഷേപ്പ് ആക്കിയിട്ട് ഓയിലിൽ പൊരിച്ചെടുക്കാം. നന്നായിട്ട് വേവായതിന് ശേഷം അതുപോലെ ബ്രൗൺ കളറും ആകണം കേട്ടോ പരിപ്പ് വട അല്ലേ. അതിന് ശേഷം എണ്ണയിൽ നിന്ന് എടുക്കുക. അങ്ങനെ ചായക്കടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള പരിപ്പ് വട റെഡി ആയിട്ടോ. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ, ഷെയറും ചെയ്യണേ, കമൻ്റായിട്ട് അറിയിക്കണേ, അഭിപ്രായം അറിയിക്കണേ. പിന്നെ രണ്ടാമതായി ഉണ്ടാക്കിയെടുക്കുന്നത് കാടമുട്ട ഫ്രൈ ആട്ടോ. കാടമുട്ട കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ്. അതിന് വേണ്ടി കാടമുട്ട ഇല്ലേ, അത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. പിന്നെ വേണ്ടതിൽ കടലപ്പൊടി ഇല്ലേ, അതും മൈദ ഇല്ലേ അത് വേണം. കുറച്ച് അരിപ്പൊടിയും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ വേണ്ടത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മുളകില്ലേ, ചില്ലി പൗഡർ, അതിട്ട് കൊടുക്കാം. എത്ര എരിവ് വേണോ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഉപ്പില്ലേ, ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ടെടുക്കണം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വാട്ടറില്ലേ, വെള്ളം, അത് എത്ര വേണ്ടോ അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു മാവ് രൂപത്തിലാക്കി എടുക്കാം. അധികം ലൂസ് ആവരുത്, അതുപോലെ ടൈറ്റ് ആവാതെ രൂപത്തിലാക്കി എടുക്കാം. എന്നിട്ട് കാടമുട്ട ഇല്ലേ ഇതിലിട്ട് കൊടുക്കാം. ഓരോന്നും ഇതിൽ ടിപ്പ് ചെയ്തിട്ട് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം.